ഇതാണ് നമ്മൾ പറഞ്ഞ അടുത്ത വാഹനം പറയുന്നത് 90 മോഡൽ 1990 മോഡലാണ്. ഓടിച്ചു പഠിക്കാനൊക്കെ ബെസ്റ്റാണ്. മാരുതി 800 ആണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് നമുക്ക് 38,000 രൂപയാണ് വരുന്നത്. 38,000 രൂപ അല്ലേ? അത്യാവശ്യം ഓടിച്ചു പഠിക്കാനൊക്കെ പറ്റുന്ന വാഹനം തന്നെയാണിത്. ഓക്കെ. പിന്നെ അടുത്ത വാഹനം പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് യൂസ്ഡ് കാറിൻ്റെ ഷോറൂമിലാണ്, ന്യൂമറിസ് കാർസിലാണ് അല്ലേ? നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ് ചേട്ടാ? ഇത് ആലുവയിൽ ബാങ്ക് ജംഗ്ഷനിലാണ്. GHS അപ്രോച്ച് റോഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ മിനി സിവിൽ സ്റ്റേഷനൊക്കെ അടുത്തായിട്ടാണ് നമുക്ക് ഷോറൂം വരുന്നത്. ഒരു യൂസ്ഡ് ഷോറൂമിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ നല്ല വണ്ടികൾ കൊടുക്കുക എന്നുള്ളൊരു ആഗ്രഹം നമുക്കും ഉണ്ട്. അപ്പോൾ ഞാൻ പറയട്ടെ, ഒരു വർഷത്തേക്ക് AC, എൻജിൻ, ഗിയർ ബോക്സ്, വണ്ടിയുടെ മെയിൻ 3 പാർട്ടിലൊന്ന് എൻജിനാണ്. അപ്പോൾ അതുപോലെ തന്നെ ഗിയർ ബോക്സ് പൊളിഞ്ഞ വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. 1 ഇയറിനുള്ളിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രൈവിംഗ് അറിയുന്ന ഒരാൾക്ക് 2 ദിവസം ഓടിക്കുമ്പോൾ തന്നെ വണ്ടിയുടെ ഘടന മനസ്സിലാവും. അപ്പോൾ 1 ഇയർ കൊടുക്കുക എന്നുള്ളതാണ് ന്യൂമറിസിലെ ഏറ്റവും വലിയൊരു അല്ലേ? അപ്പോൾ അത്രമാത്രം ചെക്കപ്പ് ചെയ്തിട്ടാണ് നിങ്ങൾ വണ്ടി എടുക്കുന്നത്? ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് അല്ലേ? എത്ര തരം ടെസ്റ്റുകളുണ്ട് അതിന്? അതിൻ്റെതായ ഓരോ കമ്പനിക്ക് അതിൻ്റെതായ ടെസ്റ്റുകളാണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് വണ്ടികളുണ്ട്. ഇപ്രാവശ്യം നമ്മുടെ ഷോറൂം ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. എൻ്റെ പുറകിൽ അത്രമാത്രം ഒരു 100 വണ്ടികളെങ്കിലും മിനിമം ഉണ്ടാവും. അത്യാവശ്യം. അപ്പോൾ ഓൾ കേരള ലോൺ അവൈലബിൾ ആണോ? എല്ലായിടത്തും നമുക്ക് ലോൺ അവൈലബിൾ ആണ്. ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതെ. അപ്പോൾ കേരളത്തിന് പുറത്തേക്ക് ലോൺ അവൈലബിൾ ആണ്? പുറത്തേക്ക് ലോൺ അവൈലബിൾ ആണ്. അത് ബാങ്ക് ലോണാണ് ചെയ്യുന്നത്. ബാങ്ക് ലോൺ അല്ലേ? ടിയാഗോ 2021 മോഡൽ XT ലിമിറ്റഡ് എഡിഷൻ വാഹനമാണിത്. ഇതിന്റെ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 84,000 കിലോമീറ്റർ സിംഗിൾ ഓണറാണ്. 5,25,000 രൂപയാണ് ഫുൾ ലോൺ അവൈലബിൾ ആയിട്ടുള്ള വാഹനമാണ്. ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണത്. അത്രയും പക്ക വണ്ടിയാണ്. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 1 ഇയർ വാറണ്ടി ഉണ്ട്. എഞ്ചിൻ, ഗിയർ ബോക്സ്, AC 1 ഇയർ വാറണ്ടി കൂടിയ വാഹനത്തിന്. ഓക്കെ. ഇത്രമാത്രം വണ്ടികൾ ഉള്ളതുകൊണ്ടാട്ടോ നമ്മളിങ്ങനെ സ്പീഡിൽ പോകുന്നത്. ബ്രിയോ ഹോണ്ട ബ്രിയോ 2012 മോഡലാണ്. സിംഗിൾ ഓണറാണ്. 95,000 കിലോമീറ്റർ ഓടിയിരിക്കണം. വാഹനത്തിന്റെ വില 2,95,000 രൂപ. നമുക്കൊരു 2,65 ലോണും കൊടുക്കാം. നല്ല ആപ്പിൾ ലുക്കിലാണ് വണ്ടി വെക്കണേ അല്ലേ? നല്ല കണ്ടീഷൻ. ടയറും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം ഒരു എബോവ് 75% ടയർസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ? ഇന്റീരിയറിലൊക്കെ പക്ക. ഓക്കെ. അടുത്ത വണ്ടി 2022 മോഡൽ ഡിസയർ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇത് 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 22 മോഡലാണ്. അപ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ഇതിന്റെ 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. എഞ്ചിൻ, ഗിയർ ബോക്സ്, AC 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 7,25,000 രൂപയാണ്. 7,25,000 രൂപ. ഏകദേശം ലോൺ എത്ര ലോൺ നമുക്കൊരു 7 lakh വരെ ലോണും കൊടുക്കാൻ പറ്റും അല്ലേ? ഇപ്പൊ നമ്മള് ന്യൂമറിസ് കാർസിലെ ഫ്ലഡ് അഫക്റ്റഡ് വണ്ടികൾ അങ്ങനത്തെ ചെക്കപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എല്ലാം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഫ്ലഡും ആക്സിഡന്റും മാത്രം ചെയ്യുന്നില്ല. ഇല്ല, അത് ഗ്യാരണ്ടിയാണ്. ഗ്യാരണ്ടിയാണ്. ഓക്കെ. അപ്പുറത്തൊരു കിഡിലൻ ടാറ്റയൊക്കെ വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2024 നവംബർ രജിസ്ട്രേഷൻ വാഹനമാണ്. 3 മാസം മാത്രമേ ആയിട്ടുള്ളൂ വാഹനം രജിസ്റ്റർ ചെയ്തിട്ട്. 3 മാസമായിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഈ വാഹനം ഫ്രഷ് വാഹനമാണ്. ഇതുവരെ ഓടാത്ത വാഹനമാണിത്. ഓടാത്തെന്ന് പറഞ്ഞാൽ വെറും 165 കിലോമീറ്റർ മാത്രമാണ് വാഹനം ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ. അതായത് ഷോറൂം ലെവൽ ആരുടെ ഉള്ളിലത്തെ പ്ലാസ്റ്റിക് പോലും വിട്ടിട്ടില്ല അല്ലേ? അതെ അതെ. ഇതിനെത്ര റേറ്റ്? ഈ വാഹനത്തിന്റെ റേറ്റ് എന്ന് പറയുന്നത് 13,75,000 രൂപയാണ്. 13,75,000 രൂപ. അത് ഫുൾ ലോൺ കിട്ടുന്നതാണ് അല്ലേ? ഇപ്പോൾ ഇങ്ങനെ ഒരു വണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം 18 ലക്ഷം അതിന്റെ മുകളിലല്ലേ? ഓക്കെ. അടുത്ത വാഹനം എന്ന് പറയുന്നത് 2019 രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർ സാൻഡ്രോ സ്പോർട്സ് ആണ്. ഇത് 70,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഇതും വിത്ത് 1 ഇയർ വാറണ്ടി വരുന്നതാണ്. 4,25,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. ഇതും ഫുൾ ലോൺ ലഭിക്കുന്ന വാഹനമാണ്. ഓക്കെ. അടുത്ത വാഹനം എന്ന് പറഞ്ഞാൽ 2024 നവംബർ രജിസ്ട്രേഷൻ തന്നെ. 3 മാസമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ഈ വാഹനം ഓടിയിരിക്കുന്നത് 11,000 കിലോമീറ്റർ ഓടിയുണ്ട്. സിംഗിൾ ഓണറിൽ നിൽക്കുന്ന വാഹനമാണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 7.5 ലക്ഷം രൂപയാണ്. അതായത് കസ്റ്റമറിന് എങ്ങനെ കൂട്ടിയാലും ഒരു നല്ലൊരു പൈസ വ്യത്യാസം ഉണ്ടാവും അല്ലേ? ടിയാഗോ ഓട്ടോമാറ്റിക് ആണിത്. ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഫുൾ ഓപ്ഷൻ. അടുത്ത വാഹനം എന്ന് പറഞ്ഞത് 2013 രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ. വെറും 84,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള എർട്ടിഗയാണ്. എർട്ടിഗ പെട്രോൾ വാഹനമാണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 3,98,000 രൂപയാണ്. ഇത് നമുക്കൊരു 50,000 ഡൗൺ പേയ്മെന്റിലൊക്കെ ചെയ്യാവുന്ന വാഹനമാണ്. അടുത്ത വാഹനം എന്ന് പറയുന്നത് 2016 മോഡൽ ഹോണ്ട സിറ്റി ആണ്. 67,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 5,98,000 രൂപയാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. സെക്കൻഡ് ഓണർ അല്ലേ? അത് വി മോഡലാണ് വണ്ടി. ഓക്കെ. ഈ ആ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് അല്ലേ? അല്ല, 1,26 ഓടിക്കണം. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 3 ലക്ഷം രൂപയാണ്. ഏകദേശം ഒരു 20 മുകളിൽ മൈലേജ് കിട്ടും. ഇതും ഫുൾ ലോൺ കിട്ടുന്ന വാഹനമാണ്. ഫുൾ ലോൺ കിട്ടും വാഹനമാണ്. ഓ, അടിപൊളി. അടുത്ത വാഹനം എന്ന് പറഞ്ഞാൽ 2015 ഹോണ്ട സിറ്റി ഡീസൽ. കിടിലൻ വണ്ടി. ഹോണ്ട സിറ്റി ഡീസൽ വരുമ്പോൾ
ഇത് തേർഡ് ഓണറാണ്. 1,60,000 കിലോമീറ്റർ ഓടിക്കണം. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 4,70,000. ഇതൊക്കെ KL വണ്ടി തന്നെയല്ലേ? ഇത് KL വണ്ടി തന്നെയാണ്. ഓക്കെ. ഇതിന് 4,75 ഇത് ഫുൾ ലോൺ കിട്ടുന്ന വാഹനം തന്നെയാണത്. ഓക്കെ. അടുത്ത വാഹനം എന്ന് പറയുന്നത് ഒരുവിധപ്പെട്ട വണ്ടികൾക്കൊക്കെ നിങ്ങളുടെ ഇവിടെ ഒരു 80% മുകളിൽ ലോൺ കിടക്കുന്നുണ്ട്. അതെ അതെ അല്ലേ? അടുത്ത വാഹനം എന്ന് പറഞ്ഞാൽ 2013 സിംഗിൾ ഓണർ 77,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സ്വിഫ്റ്റ് VXI ആണ്. VXI പെട്രോളാണ്. സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്നത്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 3,75,000 രൂപയാണ്. ഇത് നമുക്കൊരു 3 രൂപയൊക്കെ ലോൺ ചെയ്യാവുന്ന വാഹനമാണ്. 2011 മോഡലാണ് Audi Q5 വരുന്നത്. അപ്പോൾ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 10.5 ലക്ഷം രൂപയാണത്. 10.5 ലക്ഷം രൂപയാണ്. ഇതിന്റെ ലോൺ കാര്യങ്ങൾ ഇതിന് ലോൺ നമുക്ക് 11 മോഡലായതിന്റെ ലോൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണത്. അല്ലേ? ഓക്കെ. അടുത്ത വാഹനം എന്ന് പറയുന്നത് 2021 മോഡൽ ആൾട്രോസ് ആണ്. ആൾട്രോസ് 28,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിൽ വെക്കണം. ആകെ 28,000 ഓടിയിട്ടുള്ളൂ. 2021 മോഡൽ. അപ്പോൾ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 5,28,000 രൂപയാണ്. അതും ഫുള്ള് ലോൺ കിട്ടുന്ന വാഹനമാണ്. ഓക്കെ. പക്ക നീറ്റ് വണ്ടിയാണ്. അടുത്ത വാഹനം എന്ന് പറയുന്നത് 2016 മോഡൽ i20 ആസ്തയാണ്. ഫുൾ ഓപ്ഷൻ ആണത്. ഇതിന് 74,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 4,95,000 രൂപയാണത്. ലോൺ എത്ര കിട്ടും? ലോൺ നമുക്ക് ഫുൾ ലോൺ തന്നെ കിട്ടുന്നതാണ്. ഫുൾ ലോൺ അല്ലേ? ഫുള്ള് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മളിപ്പോൾ 2016 മുകളിൽ പറയുന്ന എല്ലാ വാഹനങ്ങൾക്കും 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. എഞ്ചിൻ ഗിയർ ബോക്സ് AC 1 ഇയർ വാറണ്ടി വരുന്ന വാഹനങ്ങളാണ് അല്ലേ? എല്ലാ വാഹനങ്ങളും. എത്ര 2016 മുകളിലേക്കുള്ള എല്ലാ വാഹനങ്ങൾക്കും എഞ്ചിനും ഗിയർ ബോക്സിനും ACക്കും 1 ഇയർ വാറണ്ടി ഉണ്ടാവും അല്ലേ? ഇതുപോലൊരു ഓഫർ കേരളത്തിൽ നിങ്ങളുടെ സംഭവം തന്നെയാണ് അല്ലേ? ഇത് 2016 മോഡൽ ക്രെറ്റ SX പ്ലസ് ഫുൾ ഓപ്ഷൻ ഡീസലാണത്. ഓട്ടോമാറ്റിക് ആണത്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 9,35,000 രൂപയാണത്. ഓക്കെ. ഇത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഓക്കെ. അതുപോലെ തന്നെ അടുത്ത വാഹനം എന്ന് പറയുന്നത് 2017 മോഡൽ ഫോർഡ് എക്കോസ്പോർട്ട് ടൈറ്റാനിയം ഡീസൽ ഫുൾ ഓപ്ഷൻ വാഹനമാണത്. അപ്പോൾ വെൽ മെയിൻറ്റൈൻഡ് നീറ്റ് ആയിട്ടുള്ള ഫുൾ കമ്പനി സർവീസ് ഉള്ള വാഹനമാണ്. ഫുൾ കമ്പനി സർവീസ്. അപ്പോൾ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 7,25,000 രൂപയാണത്. ഇത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഓക്കെ. ടയറൊക്കെ പക്കയാണ്. അടുത്ത വാഹനം എന്ന് പറഞ്ഞാൽ 2014 മോഡൽ ഫോർഡ് എക്കോസ്പോർട്ട് പെട്രോൾ ആണത്. അപ്പോൾ ഇതിന്റെ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1,42,000 ഓടിയുണ്ട്. തേർഡ് ഓണറാണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 3,90,000 രൂപയാണത്. ഇത് നമുക്കൊരു 3.5 ലക്ഷം രൂപയൊക്കെ ലോൺ കിട്ടുന്ന വാഹനമാണത്. അടുത്തത് 2009 മോഡൽ i10 ആണ്. ഇതൊക്കെ ഓടിച്ച് പഠിക്കുന്നവർക്കൊക്കെ നല്ലതാണ്. പുതിയ പേപ്പറുള്ള വാഹനമാണിത്. 5 വർഷത്തേക്കുള്ള പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം രൂപയാണത്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അതും 2016 മോഡൽ റെഡിഗോയാണ്. റെഡിഗോ സിംഗിൾ ഓണറാണ്. 85,000 കിലോമീറ്റർ ഓടിക്കണം. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,85,000 രൂപയാണത്. അപ്പോൾ ഇത് ഫുൾ ലോൺ കിട്ടുന്ന വാഹനമാണ്. ഫുൾ ലോൺ കിട്ടും. അടുത്ത വാഹനം എന്ന് പറയുന്നത് 2012 മോഡൽ ഇയോൺ ആണ്. സെക്കൻഡ് ഓണറാണ്. 42,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,70,000 രൂപയാണത്. ഇത് നമുക്ക് ഫിനാൻസ് കിട്ടുന്ന വാഹനമാണിത്. അടുത്ത വാഹനം എന്ന് പറയുന്നത് 2018 മോഡൽ സ്വിഫ്റ്റ് സെക്കൻഡ് ഓണറാണ്. 74,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക് പെട്രോളാണ്. അപ്പോൾ ഇതിന്റെ ഗ്രേ ഷെയ്ഡ് കളർ അല്ലേ? സിൽവർ ആണിത് കളർ. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 6 ലക്ഷം രൂപയാണ് ഇതിന്റെ പ്രൈസ്. ഓക്കെ. അടുത്ത വാഹനം എന്ന് പറഞ്ഞാൽ 2024 തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 3 മാസമായിട്ടുള്ള രജിസ്റ്റർ ചെയ്തിട്ട് 24 നവംബറിൽ രജിസ്റ്റർ ചെയ്തേക്കണ വാഹനമാണിത്. ഇത് ഫിയർലെസ് എന്ന് പറഞ്ഞ സൺറൂഫൊക്കെ ഉള്ള ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണിത്. സൺറൂഫും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 15,68,000 രൂപയാണ്. ഇത് ഫുൾ ഓപ്ഷൻ ഒരു 19 ലക്ഷത്തോളം വിലയുള്ള വാഹനമാണ്. കിലോമീറ്റർ എത്ര ഓടി? കിലോമീറ്റർ ഇത് 2,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. ആകെ 2,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. ഷോറൂം വണ്ടി തന്നെ, വേറെ ഒന്നും പറയാനില്ല. അടുത്ത വാഹനം എന്ന് പറഞ്ഞാൽ 2011 മോഡൽ i10 ആണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞത് 1.5 ലക്ഷം രൂപയാണത്. സ്പോർട്സ് ആണ്. i10 സ്പോർട്സ് ആണത്. സെക്കൻഡ് ഓണർ 79,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. അടുത്ത വാഹനം എന്ന് പറഞ്ഞാൽ 2015 റിറ്റ്സ് ആണ്. ഡീസലാണത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 3.5 ലക്ഷം രൂപയാണ് വരുന്നത്. അടുത്ത വാഹനം എന്ന് പറഞ്ഞാൽ 2013 മോഡൽ ഓൾട്ടോ കേട്ടൻ VXI പെട്രോൾ സിംഗിൾ ഓണർ 71,000 കിലോമീറ്റർ. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1,90,000 രൂപയാണ്. ഇതും നമുക്ക് ലോണൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വാഹനമാണിത്. അടുത്ത വാഹനം എന്ന് പറയുന്നത് A-Star ആണ്. മാരുതി A-Star ആണ്. അത് 2009 മോഡൽ പുതിയ പേപ്പർ. 5 വർഷത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1.60 ആണ്. അടുത്ത വാഹനം എന്ന് പറയുന്നത് ഓപ്പലിന്റെ കോഴ്സയാണ്. 2005 ആണ്. 27 വരെ പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 65,000 രൂപയാണത്. അപ്പുറത്തൊരു ഇയോൺ. അടുത്തെടുക്കുന്ന 2012 മോഡൽ ഇയോൺ ആണ്. സിംഗിൾ ഓണർ. വെറും 33,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുമ്പോൾ 1,90,000 രൂപ വരും. ഇത് നമുക്ക് ഫിനാൻസ് കിട്ടുന്ന വാഹനമാണിത്. അടുത്ത 2020 മോഡൽ ടിയാഗോ ഓട്ടോമാറ്റിക്. ഇത് ഫുൾ ഓപ്ഷൻ ആണ്. XZA ആണ്. ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ഇത് 82,000 കിലോമീറ്റർ ഓടിക്കുന്ന സെക്കൻഡ് ഓണറാണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 4,90,000 രൂപയാണത്. ഇതും ഫുൾ ലോൺ കിട്ടുന്ന വാഹനമാണിത്. അടുത്ത് വീണ്ടും ഒരു റെഡിഗോ ആണ്. 2016 മോഡൽ. ഇത് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്നു. 60,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. ഇതും പ്രൈസ് വരുന്നത് 1,80,000 രൂപയാണ്. ഇതും ഫുൾ ലോൺ കിട്ടുന്ന വാഹനമാണ്.
2022 രജിസ്ട്രേഷൻ ടിഗോറാണ്. അത് CNG വാഹനമാണിത്. കിടിലൻ സ്റ്റൈൽ വണ്ടി അല്ലേ? CNG ആണ്, ഫുൾ ഓപ്ഷൻ CNG വാഹനമാണ്. ഈ വാഹനത്തിന്റെ വില വരുന്നത് 6,75,000 രൂപയാണത്. ഇത് നമുക്ക് ഫുൾ ലോൺ ലഭിക്കുന്ന വാഹനമാണ്. ഇതിന് CNG ഇതാകുമ്പോൾ എത്ര മൈലേജ്? 26 കിലോമീറ്ററാണ് മൈലേജ് പറയുന്നത്. ARAI സർട്ടിഫൈഡ് മൈലേജ് 26 കിലോമീറ്ററാണ്. ഓക്കെ. അപ്പോൾ അടുത്ത വാഹനം എന്ന് പറയുന്നത് ടയോട്ടയുടെ കൊറോളയാണ്. 2007 മോഡലാണ്. 27 വരെ പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 2,75,000 ഇത് ഓട്ടോമാറ്റിക് വാഹനം കൂടിയാണ്. ഓക്കെ. പിന്നെ അപ്പുറത്ത് ഇത് സാൻഡ്രോ ഒരു i10 കിടക്കുന്നുണ്ട്. ഇത് 2009 മോഡലാണ്. പുതിയ പേപ്പറാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 1,55,000. 5 വർഷത്തെ പുത്തൻ പേപ്പറാണ്. 2015 മോഡൽ ഫോർഡ് എക്കോസ്പോർട്ട് ഡീസലാണ്. തേർഡ് ഓണറാണ്. 1,40,000 കിലോമീറ്റർ ഓടിക്കണം. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുമ്പോൾ 4,40,000 വരും. 2022 മോഡൽ 23 രജിസ്ട്രേഷൻ സിട്രോൺ C3 ആണ്. 29,000 കിലോമീറ്റർ ഓടിക്കണം. സിംഗിൾ ഓണർ. ഇതിന്റെ പ്രൈസ് വരുമ്പോൾ നമുക്ക് ഒരു 6,75,000 വരും. അടുത്ത വാഹനം എന്ന് പറയുന്നത് 1999 മോഡൽ ഹോണ്ട സിറ്റി ആണ്. 99. ഇത് പുതിയ പേപ്പറായിട്ടാണ് കൊടുക്കുന്നത്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുമ്പോൾ 1,50,000 രൂപ വരും. ഓക്കെ. 1,50,000 രൂപ. ടിയാഗോ JTP ആണ്. 2019 മോഡൽ സെക്കൻഡ് ഓർഡർ 46,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുമ്പോൾ 5,75,000 വരും. ഇത് നമുക്ക് ഫുൾ ലോൺ കിട്ടുന്ന വാഹനമാണ്. അടുത്തത് വരുന്നത് 2022 മോഡൽ ടിഗോർ ഇലക്ട്രിക് വാഹനമാണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 8,98,000 രൂപയാണത്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഫിനാൻസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഓൾട്ടോ 2009 രജിസ്ട്രേഷൻ വാഹനമാണിത്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 1,10,000 രൂപയാണ്. AC പവർ സ്റ്റിയറിംഗോടുകൂടി LXI വേരിയന്റ് ആണ്. അടുത്ത വാഹനം എന്ന് പറഞ്ഞാൽ 2021 മോഡൽ നെക്സോൺ ഇലക്ട്രിക് ആണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 10,75,000 രൂപയാണിത്. അതും സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ഇതിനും ഫുൾ ഫിനാൻസ് കിട്ടുന്ന വാഹനമാണിത്. ഇപ്പോൾ ന്യൂമറസ് കാർസിന്റെ 2012 മോഡൽ സിംഗിൾ ഓണർ ഓൾട്ടോ കേട്ടനാണ്. വെറും 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 1,90,000 രൂപയാണ്. ഈ 12 വണ്ടി ആകെ എത്ര ഓടിയിട്ടുള്ളൂ? ഒരു സെക്കൻഡ് കാറായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള വാഹനം തന്നെയാണ്. ഇപ്പോൾ പോളിഷും ചെയ്ത് വെച്ചേക്കണുണ്ട്. അപ്പോൾ ഇതിനും നമുക്ക് പ്രൈസ് വരുന്നത് 1,95,000 രൂപയാണ് ആസ്കിംഗ് വരുന്നത്.